ഹലോ ഗൈസ്, ഇന്നാണ് കേട്ടോ രാജിയുടെയും വിഷ്ണുചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പോകാനായിട്ട് റെഡിയായി. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയേ. നമ്മൾ ട്രെയിനിലാട്ടോ പോകുന്നത്, കാരണം അടുത്ത സ്റ്റോപ്പാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി വെയിറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ട്രെയിൻ പെട്ടെന്ന് വന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ടിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇരുന്നിരുന്നേ. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് അന്ന് സാരി ആയിരുന്നു കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് സിന്ധുമ്മേൻ്റെ കണ്ണാടിയൊക്കെ വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. ചിരിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ ഓരോ വഴക്ക് പറഞ്ഞിട്ടാട്ടോ ഇവരെയൊക്കെ ചിരിപ്പിക്കുന്നത്. വണ്ടി എടുക്കാൻ കുറച്ച് ലാഗ് ആയതുകൊണ്ടിട്ട് തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഓരോ ഗ്ലാസ് മാറ്റി വെച്ച് കാണിക്കായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല ഓരോരോ കാഴ്ചകളാട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ രാജി ഭയങ്കര റെഡിയാവുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഇതാണ് രാജി വിഷ്ണുചേട്ടന് കൊടുത്ത ഗിഫ്റ്റ്. നല്ല രസമില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ചേട്ടനും റെഡിയായി വന്നേ. പിന്നെ 1-2 ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ടിട്ട് കേട്ടോ അവർ ഇത്രയും വലിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തത്. കേക്ക് കാണാനും നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തർ വന്ന് കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ നേരം പോയേ. ഉച്ചയായി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ സിന്ധു അമ്മയും അങ്കിളും കൂടെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഇതവിടെ കണ്ടൊരു ചുട്ടുമണി കേട്ടോ. കാണാൻ നല്ല രസമില്ലേ, ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതുപോലെ നല്ല കരച്ചിലുമായിരുന്നേ. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് അരവിന്ദും ഫ്രണ്ട്സും വന്നേ. നമ്മൾ എന്നിട്ട് എല്ലാവരും കൂടെ കൊല്ലം ബീച്ചിലേക്കാട്ടോ പോയാൽ. അങ്കിളാണെങ്കിൽ ബീച്ചിലേക്ക് ഇറങ്ങാൻ സമ്മതിച്ചതേ ഇല്ല. അതുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. നൈറ്റ് ആയപ്പോഴാണ് വീട്ടിൽ പോയത്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.